Good morning, all. Use it to know you allowed. Can you sit and know you? Clear or no? Clear on. Okay, back it. നമ്മുടെ പറയാൻ പറഞ്ഞത് പിൽഫറേജ് ആൻഡ് വേസ്റ്റേജ് ഇൻ ഹോസ്പിറ്റൽ അല്ലെ, അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് അല്ലെ? ഒരു ഹോസ്പിറ്റലില് മോഷണം നടക്കാനും വേസ്റ്റേജ് സംഭവിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? നെക്സ്റ്റ് പറയുന്നത് എടുക്കാനോ കഴിഞ്ഞ ക്ലാസ്സിന്റെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? എല്ലാം ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ഐറ്റംസ്. എം എസ് എന്നുള്ളോ നിങ്ങളുടെ പ്രിന്റില്? എങ്ങനെയാണ്? ഐറ്റംസ് എന്നുണ്ടോ എം എസ് എന്നാണോ? എങ്ങനെയാണ്? എം എസ് എന്നാണ് അല്ലെ? ഐറ്റംസ് എന്നാക്കാം കേട്ടോ. എം എസ് എന്നുള്ളത് വെട്ടിയിട്ട് ഐറ്റംസ് എന്നാക്കാം. ഐറ്റംസ് ഇൻവോൾവ്ഡ് ഇൻ പിൽഫറേജ് അല്ലെ? എന്താണ് നമ്മുടെ പിൽഫറേജ് നടത്താൻ സാധ്യതയുള്ള ഐറ്റംസ് ഏതൊക്കെയാണ് അല്ലെ? എന്തൊക്കെ ഐറ്റംസ് ആയിരിക്കാം ഹോസ്പിറ്റലിൽ നിന്ന് കളവ് സംഭവിക്കുന്നത്, മോഷണം പോകുന്നത്? എന്തൊക്കെ ഐറ്റംസ് ആയിരിക്കാം? പറയേ, എന്തൊക്കെ ഐറ്റംസ് ഹോസ്പിറ്റലിൽ നിന്ന് മോഷണം പോവാം? മെഡിസിന് പോവാം അല്ലെ? മെഡിസിനുകൾ പോകാം. പിന്നെ എന്താണ്? പിന്നെ എന്തൊക്കെ പോവാം? ചെറിയ ചെറിയ ഇൻസ്ട്രുമെന്റുകൾ മോഷണം പോകാൻ സാധ്യത. എക്യുപ്മെന്റ്സ് അല്ലെ? ചെറിയ എക്യുപ്മെന്റ്സുകൾ മോഷണം പോകാൻ സാധ്യതയുണ്ട് അല്ലെ? പിന്നെ എന്താണ്? ഡയറ്ററി സർവീസുകളിൽ നിന്ന് ഫുഡ് മെറ്റീരിയൽസ് കളവ് പോകാൻ സാധ്യതയുണ്ടോ? റോ മെറ്റീരിയൽസ് ഒക്കെ കളവ് പോവാം അല്ലെ? പൊടികള് ആണോ? പറയേ, ഡയറ്ററി സർവീസിൽ നിന്ന് മോഷണം പോകാൻ സാധ്യതയുണ്ട്. പിന്നെ അറ്റൻസിൽസ് അല്ലെ? പാത്രങ്ങള്, ഗ്ലാസ് കൊണ്ടുള്ള പാത്രങ്ങളൊക്കെ മോഷണം പോകാൻ സാധ്യതയില്ലേ? ഉണ്ട് അല്ലെ? അപ്പൊ നോക്കി, ലിനൻസ് അല്ലെ? ബെഡ്ഷീറ്റുകള്, പില്ലോ കവേഴ്സ് മോഷണം പോകാൻ സാധ്യതയുണ്ടോ? കോട്ടൻസ് അല്ലെ? ഓക്കെ. അപ്പൊ നോക്കിയേ, ഏതൊക്കെ ഐറ്റംസ് ആണെന്ന് നോക്കിയേ. ഐറ്റംസ് ഇൻവോൾവ്ഡ് ഇൻ പിൽഫറേജ് അല്ലെ? പിൽഫറേജ് നടക്കാൻ സാധ്യതയുള്ള ഐറ്റംസ്, പിൽഫറേജിൽ ഉൾപ്പെടുന്ന സാധനങ്ങൾ. ഫസ്റ്റ് വരുന്നത് ഡ്രഗ്സുകൾ അല്ലെ? മെഡിസിനുകൾ മോഷണം പോകാം. ഫുഡ് മെറ്റീരിയൽസ് അല്ലെ? എന്താണ് നമ്മുടെ ഡയറ്ററി സർവീസുമായി ബന്ധപ്പെട്ട് വരുന്ന റോ മെറ്റീരിയൽസ് അല്ലെ? മഞ്ഞപ്പൊടി, മുളക് പൊടി, പഞ്ചസാര, അപ്പൊ അങ്ങനെയുള്ള റോ മെറ്റീരിയൽസ് പോകാം. ഫുഡ് ഐറ്റംസ് വിടാം അല്ലെ? നമ്മ പ്രിപ്പയർ ചെയ്ത ഫുഡുകൾ മോഷണം പോവാം. ലിനൻസ് അല്ലെ? ബെഡ്ഷീറ്റ്, പില്ലോ കവേഴ്സ്, അങ്ങനെയുള്ള ലിനൻസ് മോഷണം പോവാം. മെറ്റീരിയൽസ് വെയർ സച്ച് ആസ് അറ്റൻസിൽസ്, എന്താണ് ഗ്ലാസ് കൊണ്ടുള്ള പാത്രങ്ങൾ മോഷണം പോവാം. ഇൻസ്ട്രുമെന്റ്സ് അല്ലെ? ചെറിയ ചെറിയ ഇൻസ്ട്രുമെന്റ്, തെർമോമീറ്റർ, അപ്പൊ അങ്ങനെയുള്ള ചെറിയ ഇൻസ്ട്രുമെന്റുകളും മോഷണം പോവാം. ഓക്കെ ആണോ? ഇത് അറിയാവുന്ന കാര്യം തന്നെയാണ് അല്ലെ? നെക്സ്റ്റ് പറയുന്നത് സെലക്ഷൻ എന്നല്ല കേട്ടോ, ഡിറ്റക്ഷൻ എന്നാണ് കേട്ടോ. സെലക്ഷൻ എന്നല്ല, ഡിറ്റക്ഷൻ. ഡിറ്റക്ഷൻ എന്നാണോ കിടക്കുന്നത്? ഡിറ്റക്ഷൻ എന്നാണ് അല്ലെ? ഓക്കെ. അപ്പൊ നോക്കിയേ, ഡിറ്റക്ഷൻ ഓഫ് പിൽഫറേജ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം അവിടെ ഒരു പിൽഫറേജ് നടന്നിട്ടുണ്ട്, അവിടെ കളവ് സംഭവിക്കുന്നുണ്ടെന്ന് എങ്ങനെയൊക്കെ മനസ്സിലാക്കാം? ഡിറ്റക്ഷൻ എന്നാൽ കണ്ടെത്തുക അല്ലെ? എങ്ങനെയൊക്കെ കണ്ടെത്താൻ സാധിക്കും? എനി അബ്രപ്റ്റ് റൈസ് ഇൻ റുട്ടീൻ നീഡ്സ് ഓർ ഡിമാൻഡ് അല്ലെ? എന്താണ് ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലേക്കും അവർക്ക് സാധാരണ ആവശ്യമായി വരുന്ന സാധനങ്ങളുടെ ഒരു ഏകദേശ ധാരണ ഉണ്ടാവും അല്ലെ? ഇത്ര ഐറ്റംസ് അവർക്ക് ആവശ്യമായി വരും അല്ലെ? അവന് നീഡ്സുകളും ഇപ്പൊ വാർഡില് അല്ലെങ്കിൽ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റില് അല്ലെങ്കിൽ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റില് അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്റേഴ്സിൽ
ഏകദേശം അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റുമോ? ഏകദേശം ഒരു കണക്കുണ്ടാവും അല്ലെ അവിടുത്തെ ആവശ്യമായി വരുന്ന മെറ്റീരിയൽസിനെ കുറിച്ചൊക്കെ. എന്നിട്ട് നോക്കിയേ, ഇനി അബ്രപ്റ്റ് റൈസ് ഇൻ റുട്ടീൻ നീഡ്സ് ഓർ ഡിമാൻഡ്, ആ ഒരു സെക്ഷനിലെ ആ ഒരു ഡിപ്പാർട്ട്മെന്റിലെ സാധാരണ ആവശ്യങ്ങളിലോ അല്ലെങ്കിൽ അവരുടെ ഡിമാൻഡുകളിലോ പെട്ടെന്നുള്ള ഒരു വർധനവ് വരിക. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം അല്ലെ എന്താണ് അവർക്ക് കൊടുക്കുന്ന സാധനങ്ങളില് എന്തെങ്കിലും ഫിൽട്രേജ് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരെന്താണ് ഒരുപാട് വേസ്റ്റ് ആക്കി കളയുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. ഓക്കെ ആണോ? ഇപ്പൊ നമ്മുടെ വീട്ടിലാണെങ്കിലും ഒരു വെളിച്ചെണ്ണ അല്ലെങ്കിൽ പഞ്ചസാര ഒക്കെ മേടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഏകദേശ കണക്കില്ലേ ഇത്ര ദിവസം വരെ അത് ഉപയോഗിക്കാം, 1 കിലോ പഞ്ചസാര എത്ര ദിവസം ഉപയോഗിക്കാമെന്ന് ആണോ? ഉണ്ട്. പക്ഷെ നമ്മ അത് ഇപ്പൊ ഒരു കിലോ പഞ്ചസാര നിങ്ങൾക്ക് ഒരാഴ്ച അല്ലെങ്കിൽ 1.5 ആഴ്ച ഉപയോഗിക്കാം എന്ന് നിങ്ങൾക്ക് ഒരു ഏകദേശ ധാരണയുണ്ട്. പക്ഷെ അതൊരു 4 ദിവസം 5 ദിവസം ആകുമ്പോഴേക്കും തീർന്നു പോയി കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾ ഉപയോഗിക്കുന്നതിൽ കൂടുതൽ ഉപയോഗിച്ചു അല്ലെ? അങ്ങനെയല്ലേ മനസ്സിലാക്കുന്നത്? അതെ അല്ലെ? അപ്പൊ അതേപോലെ തന്നെ എന്താണ് അവർക്ക് പതിവായി അല്ലെ സാധാരണ ആവശ്യമായി വരുന്ന സാധനങ്ങളില് പെട്ടെന്ന് തന്നെ എന്താണ് ഒരു ഡിമാൻഡ് അല്ലെ ഒരു എന്താണ് വർധനവ് അനുഭവപ്പെടുന്നതിലൂടെ മനസ്സിലാക്കാം. എന്താണ് ഒരു ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് സാധാരണ ആവശ്യങ്ങളിലോ അതല്ലെങ്കിൽ അവരുടെ ഡിമാൻഡുകളിലോ പെട്ടെന്നുള്ള ഒരു വർധനവ് വരുന്നത്. നെക്സ്റ്റ് പറയുന്നത് എനി അൺറീസണബിൾ എക്സ്പെൻഡിച്ചർ ഓഫ് എനി സെക്ഷൻ when compared to previous period അല്ലെ? എന്താണ് മുൻ കാലയളവിനെ അപേക്ഷിച്ച് താരതമ്യം ചെയ്യുമ്പോൾ എന്താണ് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് കാരണമില്ലാത്ത ഒരു ചിലവ് എക്സ്പെൻസ് വരുന്നതായി ഫീൽ ചെയ്യാം. നമുക്കറിയാം അല്ലെ, നമ്മ എക്സ്പെൻസ് എങ്ങനെയാണ് നോക്കുന്നത്? പ്രീവിയസ് പീരീഡുമായി മുൻ കാലയളവുമായി താരതമ്യം ചെയ്യാറുണ്ടോ? കമ്പയർ ചെയ്യാറുണ്ടോ? നമ്മുടെ വീട്ടിലെ ചെലവ് എങ്ങനെയാണ്? നമ്മ ഈ മാസം എന്ത് ചെയ്യും? കഴിഞ്ഞ മാസത്തെ ആ ഒരു എക്സ്പെൻസുമായി കമ്പയർ ചെയ്യാറുണ്ടോ? ഉണ്ടല്ലേ? എന്നിട്ട് നമ്മ പറയോ കഴിഞ്ഞ മാസത്തിലും ഇത്ര രൂപ കൂടുതലായി അല്ലെ, എക്സ്പെൻസ് കൂടുതലായി എന്നൊക്കെ പറയാറില്ലേ നമ്മ? അപ്പൊ അതേപോലെ എന്താണ് ഒരു ഡിപ്പാർട്ട്മെന്റില് മുൻ കാലയളവും അല്ലെങ്കിൽ ഒരു മുൻപത്തെ ഇയറുമായിട്ടോ അല്ലെങ്കിൽ മുൻപത്തെ മാസവുമായിട്ടോ താരതമ്യം ചെയ്യുമ്പോൾ ഏതെങ്കിലും വിഭാഗത്തില് കാരണമില്ലാത്ത അല്ലെങ്കിൽ യുക്തിരഹിതമായ ഒരു ചിലവ് വന്നതായിട്ട് അനുഭവപ്പെടാം അല്ലെ? അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ എന്താണ് അവിടെ എന്താണ് ഫിൽട്രേജ് നടക്കുന്നുണ്ട്. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് ഏരിയാസ് ഓഫ് ഫിൽട്രേജ് അല്ലെ? ഫിൽട്രേജ് നടക്കുന്ന ഏരിയാസ്, കളവ് നടക്കുന്ന ഏരിയാസ് എവിടെയാണ്? നമ്മ ഇപ്പൊ പറഞ്ഞത് നേരത്തെ പറഞ്ഞത് എന്താണ്? ഫിൽട്രേജ് നടക്കുന്ന സാധനങ്ങൾ അല്ലെ, ഐറ്റംസ്. നെക്സ്റ്റ് പറയുന്നത് ഏരിയാസ് ഓഫ് ഫിൽട്രേജ് നടക്കുന്ന ഏരിയാസ്. ഫസ്റ്റ് വരുന്നത് കിച്ചൺ റോ മെറ്റീരിയൽസ് ബിഫോർ കുക്കിംഗ്, cooked food materials lost when transport from kitchen to ward അല്ലെ? നമ്മ പറഞ്ഞു ഫുഡ് മെറ്റീരിയൽസ് മോഷണം പോവാന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ എന്താണ് കിച്ചണിലുള്ള റോ മെറ്റീരിയൽസ് ബിഫോർ കുക്കിംഗ് അല്ലെ, കുക്ക് ചെയ്യുന്നതിന് മുമ്പും കുക്ക് ചെയ്തതിനു ശേഷം ഫുഡുകളും മോഷണം പോവാ. ഫുഡ് മെറ്റീരിയൽസ് ലോസ് വെൻ ട്രാൻസ്പോർട്ട് ഫ്രം കിച്ചൺ ടു വാർഡ് അല്ലെ? നമ്മൾ കിച്ചണില് പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? വാർഡുകളിൽ കൊണ്ടുപോയി പേഷ്യൻസിന് കൊടുക്കാറുണ്ടോ? ഹോസ്പിറ്റലില് റൂംസിലൊക്കെ കൊണ്ടുപോയി സപ്ലൈ ചെയ്യല്ലേ ഫുഡുകള്? ഡയറ്ററി സർവീസിന് ആണോ? അപ്പൊ അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് കിച്ചണിൽ നിന്ന് വാർഡുകളിലേക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുപോകുന്ന സമയത്ത് എന്താണ്? മോഷണം പോവാ അല്ലെ? ആരെങ്കിലും അറിയാതെ ഫുഡുകൾ എടുക്കാലോ. അപ്പൊ എന്താണ്? കിച്ചണിൽ മോഷണം പോവാ അല്ലെ? കിച്ചണിൽ നിന്ന് മോഷണം പോവാ. എന്തൊക്കെ കാര്യങ്ങളാണ്? റോ മെറ്റീരിയൽസ്, ഭക്ഷണം ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസ്, പൊടികളാവാം, വെളിച്ചെണ്ണയാവാം, അരിയാവാം അല്ലെ? അപ്പൊ അങ്ങനെയുള്ള റോ മെറ്റീരിയൽസ്, കുക്ക് ചെയ്ത ഭക്ഷണങ്ങൾ കൂടാതെ നമ്മൾ കുക്ക് ചെയ്ത് വാർഡിലേക്ക് സപ്ലൈ ചെയ്യുന്ന സമയത്ത്, കൊണ്ടുപോകുന്ന സമയത്ത് ഫുഡ് ഐറ്റംസ് മോഷണം പോവാം. നെക്സ്റ്റ് പറയുന്നത് ഡ്രഗ് സ്റ്റോഴ്സ്. നിങ്ങൾക്ക് അങ്ങനെ തന്നെ ഹെഡിങ് പോലെയാണ് തന്നിരിക്കുന്നത് ആണോ? അത് ഹെഡിങ് അല്ല. ഡ്രഗ് സ്റ്റോഴ്സിൽ നിന്ന് ഡ്രഗുകൾ മോഷണം പോവാ അല്ലെ?
ഡ്രഗ് സ്റ്റോഴ്സിൽ നിന്ന് അതൊരു പോയിന്റ് തന്നെയാണ് കേട്ടോ. ഏരിയാസ് ആണ്, പിൽഫറേജ് നടക്കാൻ സാധ്യതയുള്ള ഏരിയ ആണ് അല്ലെ. ഡ്രഗ് സ്റ്റോഴ്സ്, നർക്കോട്ടിക് ഡ്രഗ്സുകള്, ആന്റിബയോട്ടിക്സുകളൊക്കെ മോഷണം പോവാലോ. അപ്പൊ ഡ്രഗ് സ്റ്റോഴ്സിൽ നിന്ന് മോഷണം പോവാം. നെക്സ്റ്റ് പറയുന്നത് കാഷ്വാലിറ്റി ആൻഡ് എമർജൻസി സർവീസസ് അല്ലെ. എന്താണ് നമ്മുടെ കാഷ്വാലിറ്റിയിൽ നിന്നും എമർജൻസി സർവീസസിൽ നിന്നും എന്താണ് മോഷണം പോവാ അല്ലെ. അവിടെ പെട്ടെന്ന് ദ്രുതഗതിയിൽ അവര് മെറ്റീരിയൽസ് ഉപയോഗിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പേഷ്യൻസ് ഒരുപാട് വരുന്ന സമയത്തൊക്കെ എന്താണ് നമ്മുടെ കാഷ്വാലിറ്റിയിൽ നിന്നും എമർജൻസി സർവീസസിൽ നിന്നും ഐറ്റംസ് മോഷണം പോവാം. നെക്സ്റ്റ് പറയുന്നത് areas handling serious and critical activities like a maternity ward, stealing of newborn babies. എന്താണ് നമ്മൾ സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള ആക്ടിവിറ്റീസ് മെറ്റേണിറ്റി വാർഡിൽ ചെയ്യുന്ന സമയത്ത് എന്താണ് അവിടെ നിന്ന് പിൽഫറേജ് നടക്കുക അല്ലെ. എന്താണ് സ്റ്റീലിംഗ് ഓഫ് ന്യൂബോൺ ബേബീസ്, എന്താണ് നവജാത ശിശുക്കളെ മോഷണം പോവാ അല്ലെ. സിനിമയിലൊക്കെ കാണാറില്ലേ? കഴിഞ്ഞ ഇപ്പൊ അടുത്തൊരു ഇത് ഇറങ്ങിയിട്ടുണ്ട് 1000 ബേബീസോ, കണ്ടിരുന്നോ? അതില് കൊച്ചുങ്ങളെ മോഷണം പോവുകയല്ല ചെയ്യുന്നത്, എന്താണ് അവർ മാറ്റിക്കെടുത്താണ് അല്ലെ ചെയ്യുന്നത് നേഴ്സ് അല്ലേ. അപ്പൊ എന്താണ് നമ്മുടെ മെറ്റേണിറ്റി വാർഡില് നമ്മൾ പെട്ടെന്ന് ക്രിട്ടിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശ്രദ്ധയൊക്കെ തിരിഞ്ഞു പോകാം അല്ലെ. ആ സമയത്ത് എന്താണ് കൊച്ചു കുഞ്ഞുങ്ങളെ ന്യൂബോൺ ബേബീസിനെ മോഷണം പോവാം. ലേബർ റൂംസിൽ നിന്ന് ICCU അല്ലെ, ഇന്റൻസീവ് കാർഡിയാക് കെയർ യൂണിറ്റിൽ നിന്ന് അല്ലെ മോഷണം പോവാം. ഡ്രഗ്സുകൾ മോഷണം പോവാം, എക്യുപ്മെന്റുകൾ മോഷണം പോവാം. പിന്നെ മോർച്ചറിയിൽ നിന്ന് അല്ലെ, നമ്മൾ മൂവീസിലൊക്കെ കാണാറില്ലേ മോർച്ചറിയിൽ നിന്ന് ഡെഡ് ബോഡീസ് ഒക്കെ മോഷണം പോകുന്നത് അല്ലേ. അപ്പൊ മോർച്ചറിയിൽ നിന്ന് മോഷണം പോവാം. കാർഡിയോ തൊറാസിസ് യൂണിറ്റിൽ നിന്ന് അല്ലെ മോഷണം പോവാം. അവിടെ നിന്ന് ഡ്രഗ്സുകള്, മെറ്റീരിയൽസ്, ലിനൻസ് അല്ലെ, പിന്നെ എന്താണ് നമ്മുടെ ചെറിയ ചെറിയ എക്യുപ്മെന്റ്സുകളൊക്കെ മോഷണം പോവാം. പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് അല്ലെ, എന്താണ് നമ്മുടെ ഓപ്പറേഷന് ശേഷം പേഷ്യൻസിനെ കിടത്തുന്ന ആ ഒരു ഏരിയ അല്ലെ, ഒബ്സർവേഷന് വേണ്ടി കിടത്തുന്ന ആ ഒരു ഏരിയ ആണ് പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഏരിയാസിൽ നിന്ന് മോഷണം പോവാം. ആക്സിഡന്റ് യൂണിറ്റ്സ് അല്ലെ, നമ്മുടെ കാഷ്വാലിറ്റി യൂണിറ്റിൽ നിന്ന്, ആക്സിഡന്റ് യൂണിറ്റിൽ നിന്ന് മോഷണം പോകാം. പീഡിയാട്രിക് യൂണിറ്റ്സിൽ നിന്ന് മോഷണം പോകാം. OT ഓപ്പറേഷൻ തിയേറ്റേഴ്സിൽ നിന്ന് മോഷണം പോകാം അല്ലെ. ജനറൽ ഐറ്റംസ് സ്റ്റീൽ ലൈക്ക് ബ്ലേഡ്, ഡ്രഗ്, ഗ്ലൗസ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ മോഷണം പോകാം. നെക്സ്റ്റ് പറയുന്നത് വാർഡിൻ സെക്ഷൻ അല്ലെ, വാർഡുകളിൽ നിന്ന് ലിനന്, സോപ്പ്, ടോർച്ച്, ടവല് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ മോഷണം പോവാം. വർക്ക്ഷോപ്പ് ആൻഡ് മെയിൻ്റെനൻസ് വിങ് അല്ലെ, നമ്മുടെ എക്യുപ്മെന്റുകൾ, മെഷീനറീസ് ഒക്കെ റിപ്പയർ ചെയ്യുന്ന നന്നാക്കുന്ന ആ ഒരു വർക്ക്ഷോപ്പിൽ നിന്നും മെയിൻ്റെനൻസ് വിങ്ങിൽ നിന്നും സാധനങ്ങൾ ഐറ്റംസ് മോഷണം പോവാം അല്ലെ. ക്യാഷ്, മെറ്റീരിയൽസ്, ആംബുലൻസ് സർവീസിൽ നിന്ന് എന്താണ് പെട്രോള്, ഓയിൽ, നമ്മൾ ആംബുലൻസ് എന്താണ് ഓടിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഓയിൽ അല്ലെ, പെട്രോള്, ഓയില്, ഡീസൽ അങ്ങനെയുള്ള ഐറ്റംസ് മോഷണം പോവാം. കൂടാതെ ജനറൽ സ്റ്റോഴ്സിലുള്ള ഐറ്റംസും മോഷണം പോവാം. ഓക്കെ ആണോ? ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലേ? ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് റെമഡിയൽ മെഷേഴ്സ് അല്ലെ. അപ്പൊ ഈ പിൽഫറേജ് അല്ലെങ്കിൽ വേസ്റ്റേജ് ഒക്കെ ഇല്ലാതാക്കുന്നതിന് അല്ലെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യുന്നതിന് നമുക്ക് എന്തൊക്കെ റെമഡിയൽ മെഷേഴ്സ് എടുക്കാം? എന്തൊക്കെ ചെയ്യാൻ പറ്റും? ആ മോഷണങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ഹോസ്പിറ്റലിൽ നമുക്ക് പ്രാവർത്തികമാക്കാം? പറഞ്ഞേ, എന്തൊക്കെ ചെയ്യാൻ പറ്റും? പറയേ, എന്തൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് മോഷണം നിർത്താനായിട്ട്? പൊതുവെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? ഒന്നുമില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് നോക്കിയിരിക്കാനാ പറ്റുള്ളൂ. CCTV വെക്കാം, സേഫ്റ്റി അലാം വെക്കാം അല്ലെ. അവിടെ സെക്യൂരിറ്റി കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്യാം അല്ലെ. CCTV, സേഫ്റ്റി അങ്ങനെയൊക്കെ പറയുമ്പോ എന്താണ് സെക്യൂരിറ്റി കുറച്ചും കൂടി നമുക്ക് എന്താണ് ഇംപ്രൂവ് ചെയ്യാം അല്ലെ. അല്ലേ? പിന്നെ എന്താണ് മോണിറ്ററിംഗ് സിസ്റ്റം അല്ലെ. നമ്മ ഓരോ ചാപ്റ്റർ എടുക്കുമ്പോ പഠിക്കുന്നുണ്ട് അല്ലെ. അവിടെ മോണിറ്ററിംഗ്, ഓഡിറ്റ് അല്ലെ. എന്താണ് റുട്ടീൻ ആയിട്ടൊക്കെ ഓഡിറ്റിംഗ് നടത്താം അല്ലെ. അല്ലെങ്കിൽ എന്താണ് സർപ്രൈസ് ആയിട്ട് ഓഡിറ്റിങ്ങുകളൊക്കെ നടത്താം അല്ലെ. ചെക്കിങ്, ഇൻസ്പെക്ഷൻ ഒക്കെ നടത്താം അല്ലെ, പറയാതെ തന്നെ. പിന്നെ എന്താണ് നമ്മ മോണിറ്ററിംഗ് സിസ്റ്റം മോണിറ്ററിംഗ് പഠിക്കാറുണ്ട് അല്ലെ. ഓരോ ഡിപ്പാർട്ട്മെന്റിലും അവിടുത്തെ പ്രവർത്തനങ്ങളെ മോണിറ്റർ ചെയ്യുന്നുണ്ട് അല്ലെ.
അപ്പൊ അത് കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്താലോ, ഇൻവെസ്റ്റിഗേഷൻ അല്ലെ, കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്താലോ മോണിറ്ററിംഗ് സിസ്റ്റം, നമുക്ക് ഒരു പരിധി വരെ പ്രിഫറേജ് തടയാലോ. പിന്നെന്താണ്, നോക്കാം നമുക്ക്. അപ്പൊ നിങ്ങൾ പറഞ്ഞതൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഇതില്ല. അപ്പൊ നോക്കിയേ, a thorough study of the system, identification of loopholes അല്ലെ, നമ്മുടെ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും പ്രവർത്തനങ്ങളെ നമ്മൾ എന്ത് ചെയ്യാ, സംവിധാനങ്ങളെ കുറിച്ച് പഠിക്കുക അല്ലെ, ഓരോ ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തനങ്ങളെ കുറിച്ച് എന്താണ് വിശദമായി പഠിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അവിടെ എന്തെങ്കിലും ലൂപ്ഹോൾസുകൾ ഉണ്ടോ അല്ലെ, പഴുതുകൾ ഉണ്ടോ എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ പഴുതുകൾ അടക്കുക അല്ലെ, ഫിൽഫറേജ് കളവ് നടത്താൻ സാധ്യതയുള്ള ആ പഴുതുകൾ അടക്കാം. ഓക്കെ ആണോ? ഫസ്റ്റത്തത് നമ്മുടെ ഹോസ്പിറ്റലിലെ ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലെയും പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കുക. എന്നിട്ട് അവിടുത്തെ എന്താണ് ഫിൽഫറേജ് നടത്താൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഫിൽഫറേജ് നടത്താൻ സാധ്യതയുള്ള പഴുതുകൾ അല്ലെ, ലൂപ്ഹോൾസുകൾ മനസ്സിലാക്കുകയും അത് അടക്കുകയും ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് ഇംപ്രൂവ് ദ മോണിറ്ററിംഗ് സിസ്റ്റം അല്ലെ, ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും മോണിറ്ററിംഗ് സിസ്റ്റം ഇംപ്രൂവ് ചെയ്യുക അല്ലെ, കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്യുക. നെക്സ്റ്റ് മൂന്നാമത്തെ പറയുന്നത് സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ദി നീഡ്സ് ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് വാർഡ്സ് അല്ലെ, എന്താണ് വിവിധ വകുപ്പുകളിലെയും വാർഡ്സിലെയും ആവശ്യങ്ങളുടെ നിലവാരമുണ്ട് അല്ലെ, അവർക്ക് ഇത്ര സാധനങ്ങൾ വേണം എന്ന് നമുക്ക് ഒരു ഏകദേശം ഐഡിയ ഉണ്ടോ വാർഡില്. എന്നിട്ട് അതിനനുസരിച്ച് എന്ത് ചെയ്യുക, സാധനങ്ങൾ സപ്ലൈ ചെയ്യുക അല്ലെ, ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും വാർഡിലെയും ആവശ്യങ്ങളുടെ നിലവാരം മനസ്സിലാക്കി അതിനനുസൃതമായിട്ട് മാത്രം സാധനങ്ങൾ എന്ത് ചെയ്യുക, അവിടേക്ക് സപ്ലൈ ചെയ്യുക. ഓക്കെ ആണോ? നമ്മൾ ഒരുപാട് കൊടുക്കുക, അവർക്ക് ആവശ്യത്തിൽ കൂടുതൽ കൊടുക്കുമ്പോഴായിരിക്കും അല്ലെ അവര് വേസ്റ്റേജ് നടത്തുന്നതും പിൽഫറേജ് നടക്കുന്നതും. ആ ഒരു കറക്റ്റ് അളവിലാണെങ്കിൽ അവിടെ പിൽഫറേജ് നടക്കോ? ഇല്ല അല്ലേ. അപ്പൊ അവരുടെ ആവശ്യങ്ങളെ മനസ്സിലാക്കി അതിനനുസൃതമായിട്ട് മാത്രം അവിടേക്ക് മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുക. നെക്സ്റ്റ് ഇൻക്രീസ് ദ നമ്പർ ഓഫ് സെക്യൂരിറ്റി പേഴ്സൺ. നിങ്ങൾ CCTV ഒക്കെ പറഞ്ഞ പോലെ എന്താ, സെക്യൂരിറ്റി പേഴ്സന്റെ നമ്പർ വർദ്ധിപ്പിക്കുക അല്ലെ, ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും അവിടുത്തെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുന്നതിനും സൂപ്പർവൈസ് ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, സെക്യൂരിറ്റി പേഴ്സണലിനെ ഇൻക്രീസ് ചെയ്യുക. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് റൗണ്ട് ദ ക്ലോക്ക് ഹാൻഡ്ലിംഗ് ഓഫ് കോസ്റ്റ്ലി ഡ്രഗ്സ് ബൈ സീനിയർ ഒഫീഷ്യൽസ് അല്ലെ, എന്താണ് നമ്മ പറഞ്ഞു നർക്കോട്ടിക് ഡ്രഗ്സുകള്, അതൊക്കെ എന്താണ് മോഷണം പോവാന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള കോസ്റ്റ്ലി ഡ്രഗ്സുകള്, നമുക്ക് വില കൂടിയ മരുന്നുകള് 24 മണിക്കൂർ അല്ലെ, റൗണ്ട് ദ ക്ലോക്ക് എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം 24 മണിക്കൂറും സീനിയർ ഓഫീഷ്യൽസ് ഹാൻഡിൽ ചെയ്യുക, അവര് കൈകാര്യം ചെയ്യുക, അവര് മേൽനോട്ടത്തിലായിരിക്കണം ഇത്തരം കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രഗ്സുകൾ സ്റ്റോർ ചെയ്യേണ്ടതും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടതും. ഓക്കെ ആണോ? പേജ് നമ്പർ പറഞ്ഞു കൊടുത്തേ ദിവ്യക്ക്. നെക്സ്റ്റ് പറയുന്നത് സപ്ലൈ ഓഫ് കോസ്റ്റ്ലി ഡ്രഗ്സ് ഓൺ സ്പെഷ്യൽ ഇന്റന്റ് ഓൺലി. എന്താണ് സ്പെഷ്യൽ ഇന്റന്റിന്റെ അടിസ്ഥാനത്തിൽ, അതായത് സ്പെഷ്യലൈസ് ചെയ്ത ആ ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷന്റെ അടിസ്ഥാനത്തിൽ മാത്രം നമ്മുടെ കോസ്റ്റ്ലി ഡ്രഗ്സുകൾ വിതരണം ചെയ്യുക. ഓക്കെ ആണോ? നെക്സ്റ്റ് നിങ്ങൾ പറഞ്ഞത് എന്താണ്, സർപ്രൈസ് വെരിഫിക്കേഷൻ ആൻഡ് റുട്ടീൻ ഓഡിറ്റ് അല്ലെ, എന്താണ് സർപ്രൈസ് ആയിട്ട് അവിടെ റൗണ്ട്സിന് അവർ ചെന്ന് കണ്ട് അവർ വെരിഫിക്കേഷൻ നടത്താം അല്ലെ, പരിശോധന നടത്താം. കൂടാതെ റുട്ടീൻ ആയിട്ടുള്ള ഓഡിറ്റിംഗ് ഒക്കെ നടത്തുന്നത് എന്താണ്, നമുക്ക് ഫിൽഫറേജ് കുറയ്ക്കാനും വേസ്റ്റേജ് കുറയ്ക്കാനൊക്കെ ഉള്ള റെമഡിയൽ മെഷർ ആണ്. ഓക്കെ ആണോ? അത് എല്ലാവർക്കും ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്നുള്ള ചാപ്റ്റർ കഴിഞ്ഞു. എങ്ങനെയുണ്ടായി ചാപ്റ്റർ? സിമ്പിൾ ആണ് അല്ലെ? സിമ്പിൾ ആണോ? ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് നോക്കണോ നിങ്ങൾക്ക്? നെക്സ്റ്റ് ചാപ്റ്റർ മിസ് സ്റ്റാർട്ട് ചെയ്യട്ടെ? ഈ ചാപ്റ്റർ ഒന്ന് നോക്കണോ? ഒരു 2 മിനിറ്റ് ഒന്ന് നോക്കിയേ, എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്തിട്ട് മിസ് നെക്സ്റ്റ് ചാപ്റ്റർ എടുക്കാം, സ്റ്റാർട്ട് ചെയ്യാം.
ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കിയേ. ഏതെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടോ എന്ന് നോക്കിയേ. എന്നിട്ട് മിസ് നെക്സ്റ്റ് ചാപ്റ്റർ തുടങ്ങാം. ഓക്കെ ആണ് എല്ലാവർക്കും അല്ലെ? ക്ലിയർ ആണല്ലോ? നമുക്ക് തുടങ്ങാം അല്ലെ? നെക്സ്റ്റ് ചാപ്റ്റർ മിസ് എടുക്കുന്നത് ക്വാളിറ്റി അഷ്വറൻസ് ആൻഡ് നാബ്. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മ പറയാറുണ്ട് അല്ലെ? നമ്മ എന്തെങ്കിലും സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ പറയാം, ഓ ഇതിന് ക്വാളിറ്റി ഇല്ല അല്ലെ, അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണെന്ന് പറയാറുണ്ട് അല്ലെ? ഒരു ഡ്രസ്സ് മേടിച്ചാൽ പോലും നമ്മ പറയാറുണ്ട്, ഉണ്ടോ? അപ്പൊ നമ്മ എന്തിന്റെ ഒരു ഡ്രസ്സ് ഇപ്പൊ നമ്മ വാങ്ങിച്ചു, അപ്പൊ നമ്മ പറയാണ് ഓ നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സാണ്. എന്തിനൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മ പറയുന്നത് ആ ഡ്രസ്സിന് ക്വാളിറ്റി ഉണ്ടെന്ന്? എങ്കിലും ഒരു കാര്യം മാത്രം നോക്കിയിട്ട് നമ്മ പറയാറുണ്ടോ ക്വാളിറ്റി ഉണ്ടെന്ന്? എന്തൊക്കെ നോക്കിയിട്ടാണ് പറയുന്നത്? അതിന്റെ കളർ അല്ലെ? ഇപ്പൊ നമ്മ കഴുകുന്ന സമയത്ത് അതിന്റെ കളർ പോയി അത് മങ്ങി പോവുകയാണെങ്കിൽ നമ്മ പറയാറുണ്ടോ ക്വാളിറ്റി ഉണ്ടെന്ന് പറയാറുണ്ടോ? മെറ്റീരിയൽ നോക്കാറുണ്ട് അല്ലെ? മെറ്റീരിയൽ നോക്കാറുണ്ട്. പിന്നെ കളറ് അല്ലെ? കളർ പോവാണെങ്കിൽ നമ്മ പറയാറുണ്ടോ? ആ റേറ്റ് നോക്കാറുണ്ട്, സ്റ്റിച്ചിങ് നോക്കാറുണ്ട്, റേറ്റ് സ്റ്റിച്ചിങ് നോക്കാറുണ്ട്, കളർ നോക്കാറുണ്ട് അല്ലെ? അങ്ങനെ പല കാര്യങ്ങളും ലോങ് ലാസ്റ്റ് ചെയ്യോ അല്ലെ? നമ്മ 2 തവണ എടുത്ത് കഴിഞ്ഞിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് കീറി കഴിഞ്ഞാൽ നമ്മ പറയാറുണ്ടോ ക്വാളിറ്റി ഉണ്ടെന്ന് പറയാറുണ്ടോ? ലോങ് ലാസ്റ്റ് ചെയ്യണം അല്ലെ? ലോങ് ലാസ്റ്റ് ചെയ്യണം അല്ലെ? അപ്പൊ പല കാര്യങ്ങളും കൂടി നോക്കിയിട്ടാണ് അല്ലെ നമ്മ ഒരു സാധനത്തിന് ക്വാളിറ്റി ഉണ്ടെന്ന് പറയുന്നത്. അപ്പൊ അതെന്താണ്? അത്തരം ക്യാരക്ടറിസ്റ്റിക്സ്, അത്തരം സവിശേഷതകള് ആ ഒരു മെറ്റീരിയൽ അടങ്ങിയിരിക്കണോ? നമ്മ വാങ്ങുന്ന ഒബ്ജക്റ്റിന് ഉണ്ടായിരിക്കണം അല്ലെ? ഇപ്പൊ നമ്മ വാങ്ങിച്ചിട്ട് നിങ്ങൾ പറഞ്ഞു സ്റ്റിച്ചിങ് കറക്റ്റ് ആയിരിക്കണം, മെറ്റീരിയൽ നല്ലതായിരിക്കണം, പ്രൈസ് നല്ല നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിന് കിട്ടണം അല്ലെ? ലോങ് ലാസ്റ്റ് ചെയ്യണം, കളർ പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു അല്ലെ? ഇതിൽ ഏതെങ്കിലും ഒരു ക്വാളിറ്റി, ഏതെങ്കിലും ഒരു ക്യാരക്ടറിസ്റ്റിക്സിന് ശരിയായ രീതിയിലല്ല, കളർ പോകുന്നുണ്ട് അല്ലെങ്കിൽ പ്രൈസ് ഒരുപാട് വന്നു, നമ്മ പറയാ ക്വാളിറ്റി ഉണ്ടെന്ന് പറയോ? ഇതിൽ ഒരെണ്ണത്തിന് കോട്ടം സംഭവിച്ചാൽ നമ്മ പറയില്ല അല്ലെ ക്വാളിറ്റി ഉണ്ടെന്ന്. മെറ്റീരിയൽ കൊള്ളൂലാത്തതാണെങ്കിൽ പറയില്ല അല്ലെ? അപ്പൊ എന്താണ്? നമ്മ വാങ്ങുന്ന ഒരു ഒബ്ജക്റ്റിന് ഉണ്ടായിരിക്കേണ്ട അല്ലെ അതിലടങ്ങിയിരിക്കുന്ന സവിശേഷതകളെയാണ് നമ്മ എന്ത് പറയുന്നത്? ക്വാളിറ്റി എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? മിസ് അത് തുടങ്ങുന്നതിന് മുമ്പ് ജസ്റ്റ് മിസ് ഒന്ന് പറയാം. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് ക്വാളിറ്റി അഷ്വറൻസ് ആൻഡ് നാബ് എന്നാണ്. NABH എന്ന് പറഞ്ഞാല് നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽ എന്നാണ്. എന്ന് വെച്ചാല് നമ്മുടെ നാഷണൽ ലെവലില്
ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിന് ഹോസ്പിറ്റലിനൊക്കെ അംഗീകാരം കൊടുക്കുന്ന ബോർഡിനെയാണ് എന്ത് പറയുന്നത്, NABH എന്ന് പറയുന്നത്. നമുക്കറിയാം ISO കേട്ടിട്ടില്ലേ നിങ്ങൾ? ISO കേട്ടിട്ടുണ്ട് അല്ലെ? ഇന്റർനാഷണൽ ലെവലില് എന്താണ് സ്റ്റാൻഡർഡൈസേഷൻ കൊടുക്കുന്നതാണ് അല്ലെ? ആണോ? ഇന്റർനാഷണൽ ലെവലിൽ അക്രഡിറ്റേഷൻ കൊടുക്കുന്നതാണ് അല്ലെ? അത് നമ്മുടെ ISO ഒരു മെറ്റീരിയൽസ് ഒരു സെക്ഷനിൽ മാത്രമാണോ ഒതുങ്ങി നിൽക്കുന്നത്? മൾട്ടി ഇൻഡസ്ട്രി ആണ് അല്ലെ? മൾട്ടി ഇൻഡസ്ട്രി ആണ് അല്ലെ? പക്ഷെ നാബ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിനാണ് നാഷണൽ ലെവലില് അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. ഓക്കെ ആണോ? അത് നാബ് എന്താണെന്ന് മനസ്സിലായോ? ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഒരു ഭാഗം, ഒരു ഘടകമായിട്ടുള്ള ഒരു ബോർഡാണ്, അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ബോർഡാണ് NABH. അതൊക്കെയാണോ? നമ്മുടെ ഹോസ്പിറ്റലിലെ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിലെ പ്രവർത്തനങ്ങളെ അവർ എന്ത് ചെയ്യുന്നുണ്ട്? ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്, അസസ് ചെയ്യുന്നുണ്ട്. അവിടുത്തെ പ്രവർത്തനങ്ങൾ എന്തെങ്കിലും പോരായ്മകളുണ്ടോ അല്ലെങ്കിൽ ക്വാളിറ്റി ഉള്ളതാണോ എന്ന് നോക്കിയിട്ടാണ് ഹോസ്പിറ്റലിന് അംഗീകാരം കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ട്, എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അവര് അക്രഡിറ്റേഷൻ കൊടുക്കോ? അക്രഡിറ്റേഷൻ കൊടുക്കോ? ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളിൽ ഇല്ല അല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? ഒരു ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ ലഭിച്ചിട്ടുണ്ട്, നാബിന്റെ അക്രഡിറ്റേഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾക്ക് ക്വാളിറ്റി ഉണ്ട് അല്ലെ? പേഷ്യന്റിന്റെ സേഫ്റ്റിയും പേഷ്യന്റിന്റെ ആവശ്യകതകളും നിറവേറ്റുന്നുണ്ടെന്ന് മനസ്സിലാക്കാം അല്ലെ? ആണോ? ഓക്കെ ആണോ? ഒരു ഏകദേശ ധാരണ കിട്ടിയില്ലേ? നാബ് എന്താണ്, നാബിന്റെ പ്രവർത്തനം എന്താണ് അല്ലെ? ഇനി തുടങ്ങാം നമുക്ക് അല്ലെ? അപ്പൊ മിസ് എന്താ പറഞ്ഞ? ഫസ്റ്റ് ക്വാളിറ്റി എന്താണെന്നാണ് അല്ലെ പറഞ്ഞത്? എന്താണ് ക്വാളിറ്റി എന്ന് പറഞ്ഞാല്? ഒരു നമ്മൾ വാങ്ങുന്ന അല്ലെ ഒരു ഒബ്ജക്റ്റിന് ഉണ്ടായിരിക്കേണ്ട അല്ലെങ്കിൽ അതിൽ അടങ്ങിയിരിക്കേണ്ട അന്തർലീനമായിട്ടുള്ള സവിശേഷതകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്വാളിറ്റി എന്ന് പറയുന്നത്. എടുക്കാം നമുക്ക്. ഫസ്റ്റത്തെ സെന്റൻസിൽ കുറച്ച് ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അത് നമ്മുടെ ISO ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ ക്വാളിറ്റിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു ഡെഫിനിഷൻ ആണ് കേട്ടോ ഫസ്റ്റത്തെ സെന്റൻസ്. അപ്പൊ ഒന്ന് നിങ്ങൾ ഇതിന് മുമ്പ് ഒന്ന് എഴുതി വെച്ചേ. ക്വാളിറ്റി ഈസ് ഡിഫൈൻ. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെ? ക്വാളിറ്റി ഈസ് ഡിഫൈൻ. Quality is defined the degree to which a series of inherent characteristics fulfill needs എന്നല്ല കേട്ടോ, requirements. നീഡ്സും റിക്വയർമെന്റ്സ് ഒന്നാണ്, പക്ഷെ റിക്വയർമെന്റ്സ് എന്നാണ് കേട്ടോ അവിടെ വേണ്ടത്. എഴുതിയോ? കറക്റ്റ് ചെയ്തോ? കറക്റ്റ് ചെയ്തോ എല്ലാവരും? മിസ് പറഞ്ഞത് ഒന്നുകൂടി പറയണോ? നമ്മുടെ ഫസ്റ്റ് തന്നെ ഡിഗ്രിക്ക് മുമ്പ് ക്വാളിറ്റി ഈസ് ഡിഫൈൻ കൊടുക്കാം. ഒരു ഡെഫിനേഷൻ അല്ലേ? ഡെഫിനേഷൻ ആണ് കേട്ടോ. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ ISO പറഞ്ഞിരിക്കുന്ന ക്വാളിറ്റിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഡെഫിനേഷൻ ആണ്. അപ്പൊ ക്വാളിറ്റി ഈസ് ഡിഫൈൻ. ക്വാളിറ്റി ഈസ് ഡിഫൈൻ degree to which series of inherent characteristics fulfill needs വെട്ടിട്ട് requirements ആക്കിയോ? requirements ക്ലിയർ ആയോ? എല്ലാവർക്കും ഓക്കെ ആയോ? അപ്പൊ എന്താണ് നമ്മുടെ ആവശ്യകതകൾ? ഡ്രസ്സ് വേണം എന്താണ് നമ്മുടെ ആവശ്യകതയാണ് അല്ലെ? നമുക്ക് അസുഖം വന്നാല് ട്രീറ്റ്മെന്റ് ചെയ്യണം എന്നുള്ളത് എന്താണ്? നമ്മുടെ ആവശ്യകതയാണ് അല്ലെ? ആണോ? ആണ് അല്ലെ? അപ്പൊ നമ്മുടെ ആവശ്യകതകള് നിറവേറ്റുന്നതിന് ഒരു ഒബ്ജക്റ്റിന് ഉണ്ടായിരിക്കേണ്ട ഒരു കൂട്ടം സ്വഭാവ സവിശേഷതകൾ ഉൾക്കൊള്ളുന്ന ആ ഒരു ഡിഗ്രി അല്ലെങ്കിൽ ആ ഒരു അളവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ മിസ് നേരത്തെ പറഞ്ഞു, നമുക്ക് ഡ്രസ്സ് വാങ്ങിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ നമ്മൾ പറയോ ക്വാളിറ്റി ഉണ്ടെന്ന് പറയോ?
പെട്ടെന്ന് കീറിപ്പോയാ പറയില്ല അല്ലെ, മെറ്റീരിയൽ കൊള്ളൂലെങ്കിൽ നമ്മ പറയില്ല അല്ലെ, ക്വാളിറ്റി ഉണ്ടെന്ന് പറയില്ലല്ലോ. അപ്പൊ ഉണ്ടായിരിക്കേണ്ട ഒരു കൂട്ടം സ്വഭാവ സവിശേഷതകളുടെ ആ ഒരു ഡിഗ്രിയെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്വാളിറ്റി എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ക്വാളിറ്റി എന്താണെന്ന് നോക്കിയാണോ? നെക്സ്റ്റ് പറയുന്നത് നോക്കിയേ, ക്യാരക്ടറിസ്റ്റിക്സ് സജസ്റ്റ് എ ഡിസ്റ്റിംഗ്വിഷിംഗ് ഫീച്ചേഴ്സ് അല്ലെ. ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താ, എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ്? സവിശേഷതകൾ അല്ലെ, അല്ലേ ആണോ? ഒരു ഒബ്ജക്റ്റിനുള്ള ഫീച്ചേഴ്സിനെ അല്ലേ, ഒരു ഡ്രസ്സ് വാങ്ങുമ്പോൾ എന്താണ് അതിന്റെ കളറ്, അതിന്റെ മെറ്റീരിയൽ, അതിന്റെ പ്രൈസ്, അത് ലോങ് ലാസ്റ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഫീച്ചേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് റിക്വയർമെന്റ്സ്. റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആവശ്യകതകളാണ് അല്ലെ. Are a need or assumption that is stated, normally implied or mandatory. എന്താണ് റിക്വയർമെന്റ്സ്? ആവശ്യകതകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, സാധാരണയായി സൂചിപ്പിക്കുന്നതോ അല്ലെങ്കിൽ നിർബന്ധിതമോ ആയിട്ടുള്ള ഒരു ആവശ്യത്തെയോ അല്ലെങ്കിൽ അനുമാനത്തെയോ ആണ് നമ്മൾ എന്ത് പറയുന്നത്, റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത് അല്ലെ. ഡ്രസ്സ് വേണം എന്നുള്ളത് എന്താണ്, നമ്മുടെ ആവശ്യമാണ് അല്ലെ, അല്ലേ. വീട് വേണം, നമുക്ക് താമസിക്കാൻ വീട് വേണം. അസുഖം വന്നാൽ ട്രീറ്റ്മെന്റ് വേണം അല്ലെ. മരുന്ന് കഴിക്കണം എന്നുള്ളത് എന്താണ്, നമ്മുടെ ആവശ്യമാണോ? നമുക്ക് ശ്വസിക്കാൻ വായു വേണം, നമ്മൾ കാണുന്നുണ്ടോ? വായു കാണുന്നുണ്ടോ? അതെന്താണ്, നമ്മുടെ അനുമാനമാണ് അല്ലെ. ആണോ? പറയേ. അസംപ്ഷൻ ആണ് അല്ലെ. നമുക്ക് ശ്വസിക്കാൻ വായു വേണം അല്ലെ, നമ്മുടെ അനുമാനമാണ്, ശരിക്കും വേണം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, സാധാരണ സൂചിപ്പിക്കുന്നതോ അല്ലെങ്കിൽ നിർബന്ധിതമോ ആയിട്ടുള്ള ആവശ്യങ്ങളെയോ അല്ലെങ്കിൽ അനുമാനത്തെയോ ആണ് എന്ത് പറയുന്നത്, റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇത്രയും. നെക്സ്റ്റ് പറയുന്നത് ഡിഗ്രി ഓഫ് അഡറൻസ് ടു പ്രീ എസ്റ്റാബ്ലിഷ്ഡ് ക്രൈറ്റീരിയ ഓഫ് സ്റ്റാൻഡേർഡ് അല്ലെ. ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്, മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളെയോ അല്ലെങ്കിൽ നിലവാരത്തിന്റെയോ അളവിനെയാണ് അല്ലെ ഡിഗ്രി എന്ന് പറയുന്നത്. നമുക്ക് എന്താണ്, ഒരു ഡ്രസ്സിന് ക്വാളിറ്റി ഉണ്ടെന്ന് പറയുന്നത് അത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമല്ലേ ആ ഒരു അത്രയും അളവ് വേണം അല്ലെ. മെറ്റീരിയൽ നല്ലതായിരിക്കണം, ലോങ് ലാസ്റ്റ് ചെയ്യണം, കളർ പോവാൻ പാടില്ല, നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആയിരിക്കണം അല്ലെ, ആണോ? അപ്പൊ ആ ഒരു അളവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിഗ്രി എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഫസ്റ്റ് പാരഗ്രാഫ് എല്ലാവർക്കും ഓക്കെ ആണോ? NABH എല്ലാവരും എഴുതിയെടുത്തില്ലേ? ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ. NABH സ്റ്റാൻഡ്സ് ഫോർ ഒക്കെ ക്വസ്റ്റ്യൻ വരുന്നതാണ്. നെക്സ്റ്റ് എടുക്കേണ്ട മിസ് നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽ എന്നാണ്. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽ. ഓക്കെ. നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. അത്രയൊക്കെ അല്ലേ? ആ ഒരു പാരഗ്രാഫ് ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് ക്വാളിറ്റി അഷുറൻസ് ആൻഡ് ഇംപ്രൂവ്മെന്റ് അല്ലെ. ക്വാളിറ്റി ഉറപ്പ് നൽകുകയും അത് ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യുക അല്ലെ. ഒരു ഹോസ്പിറ്റലില് പേഷ്യൻസിന് നൽകുന്ന ട്രീറ്റ്മെന്റുകളിൽ അല്ലെങ്കിൽ പരിചരണങ്ങളിൽ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന സർവീസുകളിൽ ക്വാളിറ്റി ഗുണനിലവാരം ഉറപ്പുവരുത്തുകയും ഇംപ്രൂവ് ചെയ്യുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യുക. ഫസ്റ്റ് പറയുന്നത് ക്വാളിറ്റി അഷുറൻസ് QA. ഒരു ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന പ്രവർത്തനങ്ങളിൽ സർവീസുകളായിക്കോട്ടെ, ട്രീറ്റ്മെന്റുകളായിക്കോട്ടെ, കെയേഴ്സ് ആയിക്കോട്ടെ, എല്ലാത്തിലും ഗുണനിലവാരം ഉറപ്പുവരുത്തിയിട്ടുണ്ടെങ്കിലും എന്താണ്, നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കോ, നമ്മൾ കോൺഫിഡൻസ് ആയിരിക്കും അല്ലെ. അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾ കോൺഫിഡൻസ് ആയിരിക്കോ? നമുക്ക് തന്നെ ആ ഒരു ഹോസ്പിറ്റലിൽ പോകാൻ ഒരു ആത്മവിശ്വാസം ലഭിക്കുന്നുണ്ട് അല്ലെ. നമുക്ക് തന്നെ അവിടെ പോകാൻ ഒരു ആത്മവിശ്വാസം ലഭിക്കുന്നുണ്ട് അല്ലെ. അവിടെ നിന്ന് കിട്ടുന്ന ട്രീറ്റ്മെന്റുകൾ എന്താണ്, ഗുണനിലവാരമുള്ളതാണ് അല്ലെ. ആണ് അല്ലെ. അപ്പൊ എന്താണ് ക്വാളിറ്റി അഷുറൻസ്?
ഹോസ്പിറ്റലില് അക്രഡിറ്റേഷൻ ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കോൺഫിഡൻസ് കിട്ടാണ് അല്ലെ ആ ഒരു ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റിന് പോകാൻ ആണോ ആണ് അപ്പൊ എന്താണ് ക്വാളിറ്റി അഷുറൻസ് ക്വാളിറ്റി ഉറപ്പ് നൽകുക QA ഇതിൽ ഈ ഫുൾ ഫോമുകൾ സ്റ്റാൻഡേർഡ്സ് എല്ലാം ചോദിക്കുന്നതാണ് കേട്ടോ മാറി മാറിയൊക്കെ ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ളതാണ് QA എന്ന് പറഞ്ഞാല് ക്വാളിറ്റി അഷുറൻസ് അപ്പൊ അതൊക്കെ മനസ്സിലാക്കി വെക്കുക കേട്ടോ ഈ 5 എണ്ണവും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ക്വാളിറ്റി അഷുറൻസ് എന്ന് പറയുന്നത് ഇസ് എ പാർട്ട് ഓഫ് ക്വാളിറ്റി മാനേജ്മെന്റ് ക്വാളിറ്റി അഷുറൻസ് എന്ന് പറയുന്നത് ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ഒരു ഭാഗമാണ് സെൻട്രേഡ് on providing confidence that quality requirements will be satisfied അല്ലെ എന്താണ് നമ്മുടെ ഗുണനിലവാരമുള്ള ആവശ്യകതകൾ നിറവേറ്റുന്നു എന്ന ആത്മവിശ്വാസം നൽകുന്നു അല്ലെ എന്താണ് ക്വാളിറ്റി ഉറപ്പ് നൽകുന്നതിലൂടെ അവിടുത്തെ സ്റ്റാഫുകൾക്കും അവിടേക്ക് പോകുന്ന പേഷ്യൻസിന് എന്താണ് അവിടെ നിന്ന് ഗുണനിലവാരമുള്ള ആവശ്യകതകൾ നിറവേറ്റുന്നു എന്ന ഒരു ആത്മവിശ്വാസം ലഭിക്കുകയാണ് അല്ലെ അതാണ് ക്വാളിറ്റി അഷുറൻസ് ഓക്കെ ആണോ എല്ലാവർക്കും ഓക്കെ ആണോ നെക്സ്റ്റ് പറയുന്നത് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് നമ്മൾ എന്ത് ചെയ്യാന്നുണ്ട് ഇംപ്രൂവ്മെന്റ് അല്ലെ എന്താണ് കൂട്ടാണ് അല്ലെ ഓരോ തവണ എന്താണ് അസസ് ചെയ്തിട്ട് അവിടുത്തെ പ്രവർത്തനങ്ങളിൽ എന്താണ് മാറ്റങ്ങൾ കൊണ്ടുവന്ന് ഇംപ്രൂവ് ചെയ്യാണ് അല്ലെ ആണോ അപ്പൊ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് quality improvement നോക്കിയേ is QI is an ongoing response to quality evaluation data about a service in ways that enhance the process by which service are given to a consumer or patients എന്താണ് നമ്മുടെ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഓൺഗോയിങ് പ്രോസസ് ആണ് നമ്മുടെ അവസാനിക്കുന്നുണ്ടോ ഇംപ്രൂവ്മെന്റ് ചെയ്യുന്ന പ്രവർത്തനം അവസാനിക്കുന്നുണ്ടോ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് എന്താണ് നമുക്കറിയാം അല്ലെ എന്താണ് പുതിയ ട്രീറ്റ്മെന്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ എക്യുപ്മെന്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ എല്ലാം ചേഞ്ചസ് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ അപ്പൊ അതിനനുസരിച്ച് എന്ത് വേണം ഇംപ്രൂവ്മെന്റ് വരുത്തണോ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളിൽ വേണോ ട്രെയിനിങ് കൊടുക്കണം ഇംപ്രൂവ്മെന്റ് വരുത്തണം അല്ലെ അപ്പൊ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇസ് എ ഓൺഗോയിങ് റെസ്പോൺസ് ഇതെന്താണ് തുടർച്ചയായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് അല്ലെ ഒരു റെസ്പോൺസ് ആണ് അവരെന്ത് ചെയ്യുന്നുണ്ട് നമ്മ പേഷ്യൻസിന് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് അല്ലെ ഹോസ്പിറ്റലിലെ കൺസ്യൂമേഴ്സ് ആരാണ് പേഷ്യൻസ് ആണ് അല്ലെ ആ ഒരു പേഷ്യൻസിന് നൽകുന്ന പ്രവർത്തനങ്ങൾ അല്ലെ സേവനങ്ങള് ഇടയ്ക്കിടയ്ക്ക് വിലയിരുത്തിയതിനു ശേഷം മെച്ചപ്പെടുത്തുന്ന തരത്തില് നടത്തുന്ന നിരന്തരമായിട്ടുള്ള പ്രവർത്തനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്നത് ഓക്കെ ആണോ കൺസ്യൂമേഴ്സിന് അല്ലെങ്കിൽ പേഷ്യൻസിന് ഹോസ്പിറ്റലിൽ നിന്ന് കൊടുക്കുന്ന സർവീസുകൾ ഇടയ്ക്കിടയ്ക്ക് ഓൺഗോയിങ് ആണ് അപ്പൊ ഇടയ്ക്കിടയ്ക്ക് വിലയിരുത്തിയതിന് ശേഷം മെച്ചപ്പെടുത്തുന്ന തരത്തിൽ ഇംപ്രൂവ് ചെയ്യുന്ന തരത്തില് നടത്തുന്ന നിരന്തരമായിട്ടുള്ള പ്രവർത്തനത്തെയാണ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്നത് ഓക്കെ ആണോ നെക്സ്റ്റ് എടുക്കാനുള്ള ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് ആണ് അല്ലെ മൊത്തത്തിലുള്ള ക്വാളിറ്റി മാനേജ്മെന്റ് ആണ് അല്ലെ അപ്പൊ അതിന് ആരാണ് പ്രവർത്തിക്കേണ്ടത് ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾ എല്ലാവരും പ്രവർത്തിക്കണം അല്ലെ ഹോസ്പിറ്റലിലെ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഒരു സെക്ഷൻ മാത്രം വിചാരിച്ചാൽ മതിയോ ഒരു ഹോസ്പിറ്റൽ പോരാ അല്ലെ അപ്പൊ എന്താണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് TQM അപ്പൊ നോക്കിയേ is a system of management centered on the principle that every member of staff should be committed to keeping high standard of work in every aspects of hospital operation. നമ്മുടെ ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളിലും നമുക്ക് ഏതെങ്കിലും ഒരു സെക്ഷൻ നമുക്ക് മാറ്റി നിർത്താൻ പറ്റുമോ ടോട്ടൽ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഇല്ല അല്ലെ എല്ലാ മേഖലയിലും ഉൾപ്പെടുത്തണം അല്ലെ അപ്പൊ ഹോസ്പിറ്റലിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഉയർന്ന നിലവാരമുള്ള അല്ലെ ഹൈ ക്വാളിറ്റിയുള്ള ഹൈ സ്റ്റാൻഡേർഡുള്ള ജോലികൾ നിലനിർത്താൻ ഓരോ ജോലിക്കാരും
ഓരോ ജീവനക്കാരും പ്രതിജ്ഞാബദ്ധരായിരിക്കണം എന്ന തത്വത്തിൽ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു മാനേജ്മെന്റ് സംവിധാനത്തെയാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഒന്നുകൂടി പറയാം. ഹോസ്പിറ്റലിലെ എല്ലാ മേഖലയിലുള്ള പ്രവർത്തനങ്ങളും അല്ലെ, എല്ലാ പ്രവർത്തനങ്ങളിലും ഉയർന്ന അങ്ങനെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും വർക്ക് ചെയ്യുന്ന ജീവനക്കാരെ എന്ത് ചെയ്യണം? ഉയർന്ന നിലവാരമുള്ള ജോലികൾ ചെയ്യാൻ അല്ലെ. അവർ ചെയ്യുന്ന ജോലികൾ അവരെങ്ങനെ ചെയ്യണം? നല്ല സ്റ്റാൻഡേർഡോട് കൂടി അല്ലെ, ഹൈ സ്റ്റാൻഡേർഡ് ആയിട്ട് ചെയ്യാൻ പ്രതിജ്ഞാബദ്ധരായിരിക്കണം എന്ന തത്വത്തിൽ അടിസ്ഥാനമാക്കിയുള്ള അല്ലെങ്കിൽ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു മാനേജ്മെന്റ് സംവിധാനത്തെയാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? എന്നുവെച്ചാല് ഒരു ഹോസ്പിറ്റലിലുള്ള എല്ലാ സ്റ്റാഫുകളും അവർ ചെയ്യുന്ന ജോലികൾ എങ്ങനെ ചെയ്യണം? 100% എഫക്റ്റീവ് ആയിട്ട് ചെയ്യണം അല്ലെ, സിൻസിയർ ആയിട്ട് ചെയ്യണം എന്ന തത്വത്തിൽ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സംവിധാനത്തെയാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഒരു ഹോസ്പിറ്റലില് ഒരു ഡോക്ടർ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റി അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും ഒരു പാളിച്ചകൾ സംഭവിച്ചു, അവർ വേറെ ഏതെങ്കിലും തെറ്റായ റോങ് ആയ രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിന്റെ ഇമേജിനെ ബാധിക്കുന്നുണ്ടോ? സൽപ്പേരിനെ ബാധിക്കുന്നുണ്ടോ? റെപ്യൂട്ടേഷനെ ബാധിക്കുന്നുണ്ടോ? ഉണ്ടോ? ഇല്ലേ? ഉണ്ട് അല്ലേ? അപ്പൊ എന്താണ്? എല്ലാവരും അല്ലെ, ഒരാളെന്നല്ല, എല്ലാ ആളുകളും എന്താണ് അവര് ചെയ്യുന്ന ജോലികള് ഹൈ സ്റ്റാൻഡേർഡിൽ ചെയ്യാൻ പ്രതിജ്ഞാബദ്ധരായിരിക്കണം എന്ന തത്വത്തിൽ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു മാനേജ്മെന്റ് സംവിധാനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എടുക്കാലോ? ഓക്കെ അല്ലേ എല്ലാവർക്കും? അത് നെക്സ്റ്റ് പറയുന്നത് ടോട്ടൽ ക്വാളിറ്റി കെയർ അല്ലെ. എന്നുവെച്ചാൽ is the provision of the best possible care through constantly enhancing service to meet or exceed the needs and hopes of the consumer അല്ലെ. അത് നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുന്ന പേഷ്യൻസ് അല്ലെങ്കിൽ നമ്മൾ കൺസ്യൂമേഴ്സിന് നമുക്ക് എന്തുണ്ട്? ഒരുപാട് ഹോപ്സുകളും നീഡ്സുകളും ഉണ്ട് അല്ലെ, പ്രതീക്ഷകളും ആവശ്യങ്ങളും ഉണ്ടോ? നമുക്ക് നല്ല ട്രീറ്റ്മെന്റ് കിട്ടും, നല്ല ഡോക്ടേഴ്സിന്റെ സർവീസ് കിട്ടും അല്ലെ എന്നുള്ളൊരു ഹോപ്സിലാണോ നമ്മൾ അവിടെ പോകുന്നത്, ഹോസ്പിറ്റലിൽ പോകുന്നത്? ആണോ? നമ്മുടെ അസുഖം മാറും അല്ലെ, ഡോക്ടർ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ട് മരുന്നൊക്കെ കഴിച്ചു കഴിഞ്ഞാല് നമ്മുടെ അസുഖം മാറും എന്നുള്ള പ്രതീക്ഷയിലാണോ പോകുന്നത്? ആണ് അല്ലെ. അപ്പൊ ആ ഒരു പേഷ്യൻസിന്റെ ആവശ്യകതകളും പ്രതീക്ഷകളും ബെറ്റർ ട്രീറ്റ്മെന്റ് ലഭിക്കും അല്ലെ, പ്രതീക്ഷകളും നിറവേറ്റുന്നതിനോ അല്ലെങ്കിൽ എന്ത് ചെയ്യണം? അതിനപ്പുറത്തേക്ക് നമുക്ക് കിട്ടണം അല്ലെ. നമ്മുടെ ആവശ്യങ്ങള് നിറവേറ്റുന്നതിനപ്പുറം, അത് കവിയുന്നതിനപ്പുറം നമുക്ക് കിട്ടണോ അവിടെ നിന്നുള്ള ഫെസിലിറ്റീസ്? അപ്പൊ അത് കവിയുന്നതിനോ അപ്പുറം നിരന്തരം മെച്ചപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളിലൂടെ ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു പരിചരണം നൽകുക എന്നുള്ളതാണ് ടോട്ടൽ ക്വാളിറ്റി കെയർ എന്ന് പറയുന്നത്. ഇതാണ് ഒരു പേഷ്യൻസിന്റെ ആവശ്യകതകളും പ്രതീക്ഷകളും നിറവേറ്റുന്നതിന് അല്ലെങ്കിൽ അത് എക്സീഡ് ചെയ്യുക, അത് കവിയുന്നതിനോ അപ്പുറം നിരന്തരം മെച്ചപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളിലൂടെ, സേവനങ്ങളിലൂടെ സാധ്യമായ ഏറ്റവും മികച്ച പരിചരണം നൽകുക എന്നുള്ളതാണ് ടോട്ടൽ ക്വാളിറ്റി കെയർ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ക്വാളിറ്റി കൺട്രോൾ അല്ലെ, QC is a procedure or set of procedure അല്ലെ. ഈ QC എന്ന് പറയുന്നത് ഒരു നടപടിക്രമമാണ് അല്ലെങ്കിൽ ഒരു കൂട്ടം നടപടിക്രമമാണ്. that intends to make sure that medical services adheres to defined set of quality criteria or meets the requirements of the client or customer അല്ലെ. സോറി മിസ്, നേരത്തെ കൺസ്യൂമർ എന്നാണ് പറഞ്ഞത്, കൺസ്യൂമർ അല്ല കസ്റ്റമർ, പേഷ്യൻസ് അല്ലെ. അപ്പൊ എന്താണ് കസ്റ്റമർ അല്ലെ. സെറ്റ് ഓഫ് പ്രൊസീജിയർ അല്ലെങ്കിൽ ഒരു പ്രൊസീജിയർ ആണ് ക്വാളിറ്റി കൺട്രോൾ എന്ന് വെച്ചാല് ആ ഒരു മെഡിക്കൽ സർവീസുകൾ നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്ന ആ കസ്റ്റമർ പേഷ്യൻസിന് എന്താണ് മെഡിക്കൽ സർവീസുകൾ ആ ഒരു ക്രൈറ്റീരിയ അനുസരിച്ച് അല്ലെ
നിർവചിക്കപ്പെട്ട ആ ഒരു ഗുണനിലവാര മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ പേഷ്യൻസിന്റെ ആവശ്യകതകൾ നിറവേറ്റുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുക എന്നതാണ് ക്വാളിറ്റി കൺട്രോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ്? നമ്മുടെ ആ ഒരു ക്ലയന്റ് അല്ലെങ്കിൽ കസ്റ്റമർ, നമ്മുടെ പേഷ്യൻസിന് നൽകുന്ന മെഡിക്കൽ സർവീസുകൾ അല്ലെ, നമുക്ക് കൊടുക്കുന്ന ആ ഒരു ട്രീറ്റ്മെന്റുകൾ അല്ലെങ്കിൽ കെയേഴ്സ് അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന സർവീസുകള് ആ ഒരു നിർവചിക്കപ്പെട്ട അതിന് പറയുന്ന ആ ഒരു ക്വാളിറ്റി ക്രൈറ്റീരിയ പാലിക്കുന്നുണ്ടോ, അതല്ലെങ്കിൽ പേഷ്യൻസിന്റെ ആവശ്യകതകൾ നിറവേറ്റുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുക എന്നതാണ് ക്വാളിറ്റി കൺട്രോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് പറയുന്നത്, നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. നെക്സ്റ്റ് നമ്മുടെ ക്വാളിറ്റി കൺട്രോളിനെ കുറിച്ച് ISO 9000 പറഞ്ഞിരിക്കുന്ന ഒരു ഡെഫിനേഷൻ ആണ് കേട്ടോ. ISO 9000 define quality control as a part of quality management അല്ലെ. നമ്മുടെ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത് ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ഒരു ഭാഗമാണ്. ഫോക്കസ്ഡ് ഓൺ ഫുൾഫില്ലിംഗ് ക്വാളിറ്റി റിക്വയർമെന്റ്സ് അല്ലെ. എന്താണ്? നമ്മുടെ ഗുണനിലവാര ആവശ്യകതകൾ നിറവേറ്റുന്നു എന്നതിനെയാണ് നമ്മുടെ ക്വാളിറ്റി കൺട്രോൾ ഫോക്കസ് ചെയ്യുന്നത്. നമ്മുടെ ആവശ്യകതകൾ ഗുണനിലവാരത്തോടു കൂടി അല്ലെ, ക്വാളിറ്റിയോട് കൂടി നടപ്പിലാക്കുന്നു അല്ലെ, അല്ലെങ്കിൽ നിറവേറ്റുന്നു എന്നുള്ളതാണ് ക്വാളിറ്റി കൺട്രോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. നെക്സ്റ്റ്, hospital quality management refers to the process of managing the total hospital operation in a worthwhile fashion by applying the different hospital quality measures and standards അല്ലെ. നമ്മൾ ഫസ്റ്റത്തെ മൊഡ്യൂളിലൊക്കെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽ ഒക്കെ പഠിച്ചു അല്ലെ. ഓർമ്മയുണ്ടോ? എക്സാം ഒക്കെ എഴുതി ഓർമ്മയുണ്ടോ? അപ്പൊ നമുക്കറിയാം സ്മോൾ ഹോസ്പിറ്റൽ ഉണ്ട്, മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ ഉണ്ട്, ലാർജ് ഹോസ്പിറ്റൽ ഉണ്ട്. അപ്പൊ ഇവിടത്തേക്ക് പ്രവർത്തനങ്ങളും സ്റ്റാൻഡേർഡുകളും ക്വാളിറ്റി മെഷേഴ്സ് ഒക്കെ ഒരുപോലെ ആയിരിക്കോ? അല്ല അല്ലെ. അപ്പൊ ഓരോ ഹോസ്പിറ്റലിന്റെയും അല്ലെ, നമ്മുടെ വ്യത്യസ്ത ഹോസ്പിറ്റലിലുള്ള ക്വാളിറ്റി അളവുകളും നിലവാരവും പ്രയോഗിച്ച് ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലുള്ള പ്രവർത്തനം മൂല്യവത്തായ രീതിയിൽ കൈകാര്യം ചെയ്യുന്ന പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം അല്ലെ, സ്മോൾ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനം ആയിരിക്കില്ല ലാർജ് ഹോസ്പിറ്റൽ, അതായിരിക്കില്ല മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ അല്ലെ. അപ്പൊ വ്യത്യസ്ത ഹോസ്പിറ്റലുകളുടെ ആ ഒരു ക്വാളിറ്റി അളവുകളും നിലവാരവും പ്രയോഗിച്ച് ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങള് മൂല്യവത്തായ രീതിയിൽ അല്ലെങ്കിൽ ഫലപ്രദമായ രീതിയിൽ കൈകാര്യം ചെയ്യുക എന്നുള്ള ഒരു പ്രക്രിയയാണ് നമ്മൾ എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? നെക്സ്റ്റ്, so that the hospital functions in a desirable condition അല്ലെ. അപ്പൊ എന്താണ്? നല്ല ക്വാളിറ്റി ഉള്ള മാനേജ്മെന്റ് ആണ് അവിടെ അല്ലെ. ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളിൽ ഇംപ്രൂവ്മെന്റുകൾ വരുത്തുന്നുണ്ട്, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് ഉണ്ട് അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം? അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിന്റെ ഫങ്ഷൻസ് എങ്ങനെയായിരിക്കണം? നമ്മുടെ പേഷ്യൻസിന് ഡിസൈറബിൾ ആയ രീതിയിലായിരിക്കണം അല്ലെ, അഭികാമ്യമായ രീതിയിലായിരിക്കണോ? അവരുടെ ആവശ്യകതകൾ നിറവേറ്റുന്ന രീതിയിലായിരിക്കണം അല്ലെ. പേഷ്യൻസിന്റെ ആവശ്യകതകള് അവരുടെ ഹോപ്സുകള് നിറവേറ്റുന്ന രീതിയിലാവണ്ടേ? എന്താണ്? സോ ദാറ്റ് ഹോസ്പിറ്റൽ ഡിസൈറബിൾ കണ്ടീഷൻ, ഹോസ്പിറ്റലുകള് അവിടുത്തെ പ്രവർത്തനങ്ങള് നമ്മുടെ പേഷ്യൻസിന് അഭികാമ്യമായ രീതിയിൽ അവർക്ക് നല്ല സർവീസുകൾ കൊടുക്കുന്ന രീതിയിലായിരിക്കണം. ഓക്കെ ആണോ? ഓക്കെയാണോ അത്രയും ഭാഗം? നെക്സ്റ്റ്, ജോബ് ഡിസ്ക്രിപ്ഷൻ ഓർ റെസ്പോൺസിബിലിറ്റി ഓഫ് ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജർ. എന്താണ് നമ്മുടെ ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജറുടെ
റെസ്പോൺസിബിൾ ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ അവരുടെ ജോലി എന്താണെന്നാണ് നെക്സ്റ്റ് പറയുന്നത്. The quality manager in hospital must support the quality assurance programs at the hospital and be responsible for working out and establishing quality procedures, standard and specification in hospital. നമ്മുടെ ക്വാളിറ്റി മാനേജർ നമ്മുടെ ഹോസ്പിറ്റലിലെ ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാം സെല്ലിനെ നമ്മുടെ ഹോസ്പിറ്റലില് ക്വാളിറ്റി ഉറപ്പാക്കുന്ന പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്ന ആ ഒരു ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാം സെല്ലിനെ സപ്പോർട്ട് ചെയ്യുക അല്ലെ, പിന്തുണയ്ക്കുക. കൂടാതെ നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഫങ്ഷൻസ് എങ്ങനെയായിരിക്കണം എന്ന് എന്താ പറയുന്നത്? And to be responsible for working out and establishing quality procedures. അല്ലെ, എന്താണ് നമ്മുടെ ഹോസ്പിറ്റലില് ഗുണനിലവാരമുള്ള നടപടിക്രമങ്ങൾ അല്ലെ, പ്രൊസീജിയേഴ്സ്, സ്റ്റാൻഡേർഡുകള്, സ്പെസിഫിക്കേഷൻസ് അല്ലെ, സവിശേഷതകളൊക്കെ കൊണ്ടുവരികയും അതവിടെ എന്ത് ചെയ്യുക, പ്രാവർത്തികമാക്കുകയും ചെയ്യുക എന്നുള്ളതും നമ്മൾ ആരുടെ ഡ്യൂട്ടിയാണ്? ക്വാളിറ്റി മാനേജറുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ ആണോ? ഹോസ്പിറ്റലിലെ ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാം സെല്ലിനെ പിന്തുണയ്ക്കുക. കൂടാതെ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളിൽ അല്ലെ, നമ്മുടെ ഹോസ്പിറ്റലില് ഗുണനിലവാരമുള്ള, നമുക്കറിയാം നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റ് പഠിച്ചപ്പോഴും പഠിച്ചു അല്ലെ, എന്താണ് നമ്മുടെ ഓരോ സെക്ഷനിലും അവർക്ക് അനുയോജ്യമായിട്ടുള്ള റൂൾസുകൾ, റെഗുലേഷൻസ്, പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ടെന്ന് പഠിച്ചില്ലേ? ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലുണ്ട്, വാർഡിലുണ്ട്, ഇൻപേഷ്യൻസിലുണ്ട് അല്ലെ, പഠിച്ചോ? ഓർമ്മയുണ്ടോ? ആ സെറ്റ് ഓഫ് റൂൾസിനും റെഗുലേഷൻസിനും അനുസരിച്ചായിരിക്കണം അല്ലെ അവിടുത്തെ പ്രവർത്തനങ്ങള്. അപ്പൊ അങ്ങനെ ഓരോ സെക്ഷനിലേക്ക് ആവശ്യമായിട്ടുള്ള ഗുണനിലവാരമുള്ള നടപടിക്രമങ്ങള്, പിന്നെ എന്താണ് സ്റ്റാൻഡേർഡുകൾ അല്ലെ, നിലവാരങ്ങള്, സ്പെസിഫിക്കേഷൻസ് ഒക്കെ എന്താണ് സ്ഥാപിക്കുക അല്ലെ, എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടതും അത് പ്രാവർത്തികമാക്കേണ്ടതും ആരാണ്? നമ്മുടെ ക്വാളിറ്റി മാനേജർ ആണ്. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ഹി ഓർ ഷീ എന്താവാം, ചിലപ്പോ മെയിൽ ആവാം അല്ലെങ്കിൽ ഫീമെയിൽ ആകാം അല്ലെ. അപ്പൊ ഹി ഓർ ഷീ മസ്റ്റ് പെർസ്യൂ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ഇൻ ഓൾ ദ പ്രോസസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഓഫ് ദി ഹോസ്പിറ്റൽ ആൻഡ് ഷെയർ റിപ്പോർട്ട്സ് അല്ലെ. എന്താണ് നമ്മുടെ ആശുപത്രിയിലെ എല്ലാ പ്രക്രിയകളും, പ്രോസസ്സുകളിലും പ്രൊസീജിയേഴ്സിലും ഗുണനിലവാരം മെച്ചപ്പെടുത്താന് നമ്മുടെ ക്വാളിറ്റി മാനേജർ നിർബന്ധിക്കുകയും അവരെന്ത് ചെയ്യണം? റിപ്പോർട്ടുകൾ സമർപ്പിക്കുകയും ചെയ്യുക. അതിനനുസൃതമായിട്ടുള്ള നമ്മുടെ പ്രോസസ്സുകളും പ്രൊസീജിയേഴ്സ് ഒക്കെ ഇംപ്രൂവ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ സമർപ്പിക്കുകയും ചെയ്യുക. ഓക്കെ ആണോ? ക്ലിയർ ആണോ എല്ലാവർക്കും? ഇത്രയും ഭാഗം എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ ആണ്. നെക്സ്റ്റ് എടുക്കാം അല്ലെ. നെക്സ്റ്റ് നമുക്ക് കുറച്ചൊന്ന് തുടങ്ങി വെക്കാം. കീ ജോബ് റെസ്പോൺസിബിലിറ്റീസ് അല്ലെ, നമ്മുടെ ക്വാളിറ്റി മാനേജറിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ അല്ലെ, പ്രധാന ഉത്തരവാദിത്തങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കി. എൻഷുറിംഗ് ഗുഡ് ക്വാളിറ്റി നോൺ ക്ലിനിക്കൽ സർവീസസ് സച്ച് ആസ് ഇൻഫെക്ഷൻ പ്രിവെൻഷൻ, സെക്യൂരിറ്റി, ഡയറ്റ് എക്സെട്ര അല്ലെ. എന്താണ് നമ്മുടെ ചികിത്സാപരമല്ലാത്ത സർവീസുകൾ ഉണ്ട് അല്ലെ ഹോസ്പിറ്റലില് അല്ലേ, സേവനങ്ങളുണ്ട് അല്ലെ. ഇൻഫെക്ഷൻ പ്രിവെൻഷൻ അല്ലെ, നമ്മൾ ഒക്കെ പഠിച്ചല്ലോ, ഹോസ്പിറ്റൽ അക്കോർഡ് ഇൻഫെക്ഷൻ ഒക്കെ പഠിച്ചു അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സാനിറ്റേഷൻ, സ്റ്റെറിലൈസേഷൻ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഇൻഫെക്ഷൻ പ്രിവെൻഷനായിട്ടുള്ള നടപടിക്രമങ്ങള്, പ്രവർത്തനങ്ങളില്, സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങള്, ഡയറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളില് ക്വാളിറ്റി അല്ലെ, നല്ല ക്വാളിറ്റി, ഗുണനിലവാരം ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ ക്വാളിറ്റി മാനേജർ ആണ്. ഓക്കെ ആണോ? നോൺ ക്ലിനിക്കൽ സർവീസുകൾ അല്ലെ, എന്താണ് ചികിത്സാപരമല്ലാത്ത സേവനങ്ങള്, ഇൻഫെക്ഷൻ പ്രിവെൻഷന്, സെക്യൂരിറ്റി, ഡയറ്റ് അങ്ങനെയുള്ള സേവനങ്ങളില് ഗുണനിലവാരം ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ ക്വാളിറ്റി മാനേജർ ആണ്.
നെക്സ്റ്റ് പറയുന്നത് ensuring clean background, OPD areas, wards, labor room, OT, operation theaters and patient facilities and outsourced services. എന്താണ് നമ്മുടെ OPയുടെ ഏരിയ അല്ലെ, ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഏരിയാസ്, വാർഡുകളിലെ ആ സെക്ഷൻസ്, ലേബർ റൂമിന്റെ ഉള്ളിലെ ഓപ്പറേഷൻ തിയേറ്റേഴ്സ്, പേഷ്യൻസിന് നൽകുന്ന അതർ ഫെസിലിറ്റീസിലൊക്കെ ക്ലീൻ ആയിരിക്കണം അല്ലെ, വൃത്തിയായിരിക്കണ്ടേ. വൃത്തിയുള്ള അന്തരീക്ഷം ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ ക്വാളിറ്റി മാനേജർ ആണ്. കൂടാതെ എന്താണ്, ചില ഹോസ്പിറ്റലില് ചില സർവീസുകളൊക്കെ എന്ത് ചെയ്യും, ഔട്ട്സോഴ്സർ പുറത്തു കൊടുത്ത് ചെയ്യല്ലേ. ചില സ്കാനിങ്ങുകള്, ചില ടെസ്റ്റുകളൊക്കെ പുറത്തു കൊടുത്ത് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള സർവീസുകളുടെയും ഗുണനിലവാരം ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ ക്വാളിറ്റി മാനേജർ ആണ്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് periodical assessment of hospital on quality checklist and arrive at a score for the facility. അല്ലെ, നമ്മുടെ എന്താണ് ചെക്ക് ലിസ്റ്റ് അല്ലെ, നമ്മുടെ ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും പ്രവർത്തനങ്ങള് എന്താണ് ചെക്ക് ലിസ്റ്റ് ഉപയോഗിച്ച് എന്താ ചെയ്യാ, അസസ് ചെയ്യുക അല്ലെ, വിലയിരുത്തുകയും എന്താണ്, എന്നിട്ട് അതിന് വേണ്ട സ്കോറുകൾ നൽകുകയും ചെയ്യേണ്ടത് നമ്മുടെ ക്വാളിറ്റി മാനേജർ ആണ് അല്ലെ. ഓരോ ഡിപ്പാർട്ട്മെന്റിലെ അവിടുത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, നമ്മുടെ പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആണോ, അവിടുത്തെ അന്തരീക്ഷം അല്ലെ, ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് നമ്മുടെ ചെക്ക് ലിസ്റ്റ് ഉപയോഗിച്ച് അത് വിലയിരുത്തുകയും അതിന് വേണ്ട സ്കോർ നൽകുകയും ചെയ്യുന്നത് നമ്മുടെ ക്വാളിറ്റി മാനേജർ ആണ്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗ്യാപ്പ് ഓർ ഗ്യാപ്പ് അനാലിസിസ് ഇവോൾവ് action plan on the advice of in charge of the hospital and monitor campaigns. അല്ലെ, നമ്മുടെ ഐഡന്റിഫിക്കേഷൻ ഗ്യാപ്സുകൾ മനസ്സിലാക്കുക അല്ലെങ്കിൽ ഗ്യാപ്പ് അനാലിസിസ് മനസ്സിലാക്കാന്ന് പറഞ്ഞാല് ഒരു ഹോസ്പിറ്റലിന്റെ റൂൾസിനും റെഗുലേഷൻസിന്റെയും ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ ക്വാളിറ്റി മാനേജർ എന്ത് ചെയ്യുന്നുണ്ട്, അവിടുത്തെ ഹോസ്പിറ്റലിന്റെ ഏതെങ്കിലും സെക്ഷനില് ഏതെങ്കിലും ഏരിയാസില് നമ്മുടെ ക്വാളിറ്റിയുടെ അഭാവം ഉണ്ടോ അല്ലെ, ഗുണനിലവാരത്തിന്റെ അഭാവം എവിടെയൊക്കെയാണെന്ന് വിലയിരുത്തുന്നതിനെയാണ് എന്ന് പറയുന്നത് ഗ്യാപ്പ് അനാലിസിസ് അല്ലെങ്കിൽ ഗ്യാപ്സ് ഐഡന്റിഫിക്കേഷൻ ഗ്യാപ്സ് എന്ന് പറയുന്നത്. അതാണ് ഒരു ഹോസ്പിറ്റലിന്റെ നിയമങ്ങൾക്കും നയങ്ങൾക്കും അല്ലെ ഉള്ളിൽ നിന്നുകൊണ്ട് ഗുണനിലവാരത്തിന്റെ അഭാവം എവിടെയൊക്കെയാണ് എന്ന് നമ്മുടെ ക്വാളിറ്റി മാനേജർ വിലയിരുത്തുന്നതിനെയാണ് ഗ്യാപ്പ് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ക്വാളിറ്റി മാനേജർ ഇത്തരം ഗ്യാപ്പ് അനാലിസിസിൽ എവിടെയൊക്കെ പോരായ്മകളുണ്ട്, നമ്മുടെ ക്വാളിറ്റിയുടെ പോരായ്മകൾ എവിടെയൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും അത് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ട അല്ലെ, ആ ഗ്യാപ്പുകൾ നീക്കുന്നതിന് വേണ്ട ആക്ഷൻ പ്ലാനുകൾ അല്ലെ, പദ്ധതികൾ തയ്യാറാക്കുകയും എന്താണ് നമ്മുടെ ഇൻചാർജ് ആ ഒരു ഹോസ്പിറ്റലിന്റെ ഇൻചാർജറുമായി കൂടിയാലോചിച്ച് അവരുടെ ഉപദേശപ്രകാരം അങ്ങനെയുള്ള എന്താണ് ആക്ഷൻ പ്ലാനുകൾ തയ്യാറാക്കുകയും അത് മോണിറ്റർ ചെയ്യുകയും ചെയ്യുക. ഓക്കെ ആണോ? ഓക്കെ ആണോ? മിസ് എടുത്ത ഭാഗം, ഇന്നെടുത്ത ഭാഗം എല്ലാവർക്കും ഓക്കെ ആണോ? 4th പോയിന്റ് വരെ മിസ് എടുത്തിട്ടുള്ളൂ. എങ്ങനെയുണ്ട് ചാപ്റ്റർ? കുഴപ്പമില്ലല്ലോ? നമുക്ക് ഇത് കഴിഞ്ഞ് ഇനി കുറച്ച് പിന്നെ കുറെയൊക്കെ സിമ്പിൾ ആണ് കേട്ടോ, നമുക്കറിയാവുന്ന കുറെ കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ പറയുന്നത്. ഈ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ പ്രശ്നമില്ല. അപ്പൊ മിസ് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്, ബാക്കി മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.